ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ചെർപ്പുളശ്ശേരി നഗരസഭാ കൗൺസിലിൽ ബഹളവും പ്രതിപക്ഷ പ്രതിഷേധവും. 2024-25 വാർഷിക പദ്ധതിയിൽ ഫണ്ട് അനുവദിച്ചതിൽ വിവേചനം കാണിച്ചു എന്ന് ആരോപിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. എന്നാൽ എല്ലാവർക്കും അർഹമായ പരിഗണന നൽകിയിട്ടുണ്ടെന്നായിരുന്നു ചെയർമാന്റെ മറുപടി. 2024-2025 വാർഷിക പദ്ധതി രേഖ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ട ചർച്ച ചെയ്യുന്നതിനിടെയാണ് പ്രതിപക്ഷ കൗൺസിലർമാർ വിവേചനം ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നത്. പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങളോട് ഒരു അഭിപ്രായവും നിർദ്ദേശവും ചോദിച്ചിട്ടില്ലെന്ന് ഇവർ ആരോപിച്ചു. പൊതുഫണ്ട് മാറ്റിവെച്ചാൽ റോഡ്, വെള്ളം, വെളിച്ചം എന്നിവയ്ക്ക് ഭരണപക്ഷ വാർഡുകളിൽ കൂടുതൽ തുക വകയിരുത്തിയപ്പോൾ പ്രതിപക്ഷ വാർഡുകളിൽ തുച്ഛമായ തുകയാണ് വച്ചതെന്ന് പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. ഇതേ ചൊല്ലി ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാഗ്വാദവുമുണ്ടായി. ഇത്തവണ പറഞ്ഞു 5 ലക്ഷം രൂപ ഉണ്ടാവുമെന്ന്. 5 ലക്ഷം രൂപ കോൺക്രീറ്റ് റോഡിനാ, കുടിവെള്ള പദ്ധതിക്കും അംഗനവാടിക്കും അല്ല. ആ 5 ലക്ഷം രൂപ പ്രതീക്ഷിച്ച് എന്നാലും ഒഴിവാക്കാൻ വയ്യാത്ത ചിലതും കൂടെ കയറ്റി 7, 8, 9 ഒക്കെ ഇവരെഴുതി കൊടുത്തു. പക്ഷേ അതിൽ 5 ലക്ഷം നാമമാത്രമായി 1-2 വാർഡുകളിൽ 6ഉം 7ഉം അത് പ്രത്യേക താല്പര്യത്തിന്റെ പേരിൽ 1-2 റോഡുകൾ കടന്നുകൂടിയതാണ്. ആവട്ടെ, ഞങ്ങൾ അതിലൊന്നും എതിരല്ല. ഞങ്ങളുടെ വാർഡ് 10 ലക്ഷം കൊടുക്കുന്നതല്ല. 15 ലക്ഷം രൂപയോളം പല വാർഡുകളിലും റോഡ് പണി, സൈഡ് കെട്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ പരിഗണന ഈ 12 വാർഡുകളിലെ മെമ്പർമാർക്ക് നൽകാത്തത് അവഗണനയല്ല, ഞങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്നാണ് എനിക്ക് ഈ കൗൺസിലിന് മുമ്പാകെ പറയാനുള്ളത്. ഇത് അവഗണിച്ചു എന്ന് പറഞ്ഞാൽ ഇത് അവഹേളിക്കലാണ്. ഞങ്ങൾ ഇതൊക്കെ ചെയ്യും, നിങ്ങൾ വാടകയ്ക്ക് സൗകര്യമുണ്ടെങ്കിൽ ഇതിനൊക്കെ നിന്ന് തന്നാൽ മതി എന്ന് പറയുന്ന ഒരു ധിക്കാരവും ദാക്ഷ്യവും തന്നെയാണ് ഇത്. അപ്പൊ ഞങ്ങളുടെയൊക്കെ വാർഡുകളിലേക്ക് വളരെ കുറച്ച് തുകയും ഇപ്പൊ ഭരണക്കാരുടെ വാർഡുകളിലേക്ക് വലിയ തുകകളും ആണ് ഇതിൽ അനുവദിച്ചിട്ടുള്ളത്. അപ്പോ ഞങ്ങളൊക്കെ വാർഡിലുള്ള ജനങ്ങൾക്ക് അവിടെ അവർക്ക് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ വേണ്ടേ? ഇപ്പോ വാർഡ് സഭകളിലൊക്കെ തന്നെ പല റോഡുകളും പൂർത്തീകരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ പൂർത്തീകരിക്കുന്ന രീതിയിൽ വെക്കണം. ചെറിയ തുകകൾ വെച്ചിട്ട് ഇതാക്കരുതെന്ന് ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷിയുടെ ആളുകൾ തന്നെ വന്നിട്ട് ഘോരഘോര പ്രസംഗിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ വരുമ്പോൾ ഈ തരത്തിൽ വളരെ ചെറിയ തുകകൾ നൽകിക്കൊണ്ട് ഞങ്ങളോട് വലിയ വിവേചനം നടത്തുകയാണ്. ആ വിവേചനത്തിന്റെ ആവശ്യമുണ്ടോ? ഈ ചർച്ച വികസന സെമിനാറിലും വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിലും വന്നിട്ട് അവതരിപ്പിക്കാൻ പറ്റിയെന്ന് വെച്ചാൽ തിരുകൂടി നന്നായിരുന്നു. കുറച്ചും കൂടി ആൾക്കാരെ നമുക്ക് കൂടെ കിട്ടുമായിരുന്നു. അപ്പൊ ഈ പദ്ധതി കുറച്ചും കൂടി നന്നാവുമായിരുന്നു. പിന്നെ ഇപ്പൊ എന്താ വെച്ചാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോകണം, അത് കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകണതിന്റെ റിഹേഴ്സൽ. ആ റിഹേഴ്സലിന്റെ ഭാഗമായിട്ടുള്ള ചില ചർച്ചകളാണ്, ഞാൻ അറിഞ്ഞില്ലേ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ചില ചർച്ചകളാണ് ഇവിടെ ഉയർന്നു വന്നത്. വിവേചനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തലുണ്ട്, അതൊക്കെ ചെയർമാൻ പറയും എന്താണ് ചെയ്യാൻ കഴിയുന്നത്. അതൊക്കെ ചെയർമാന്റെ രീതിയിൽ അതിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. 2020 ഡിസംബർ മാസം 21-ാം തീയതി അധികാരമേറ്റത് മുതൽ കൃത്യമായ കാഴ്ചപ്പാട് ഈ ഗവൺമെന്റിന്, ഈ ഭരണസമിതിക്ക് ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 3 വർഷക്കാലമായി എന്തെല്ലാം തന്നെയാണ് മുൻതൂക്കം കൊടുത്തത്. ആ മുൻതൂക്കം കൊടുത്തപ്പോൾ കുടിവെള്ളത്തിന് മുൻതൂക്കം കൊടുത്തു. 205 കോടിയിലധികം രൂപ വരുന്ന വികസന പ്രവർത്തനം നടക്കുമ്പോഴാണ് ഇവിടുത്തെ റോഡ് പൊടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വളരെ അഭിമാനബോധത്തോടു കൂടി പറയാനും കഴിയും, കഴിഞ്ഞ 2 വർഷക്കാലമായി ഏറ്റവും കൂടുതൽ റോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഫണ്ട് വെച്ച ഒരു നഗരസഭയാണ് ചെർപ്പുളശ്ശേരി. എന്തുകൊണ്ടാണ് പറയേണ്ടതില്ലേ? പൊട്ടിപ്പൊളിഞ്ഞ് ആളുകൾക്ക് വളരെ പ്രയാസമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ ഷഹനാസ് ബാബു കൗൺസിലറോട് സൂചിപ്പിച്ചു, ആ കൗൺസിലറുടെ വാർഡിലൂടെ പോകുന്ന പ്രധാനപ്പെട്ട റോഡാ ബ്രഹ്മോത്തര റോഡ്. 14 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി പോയത് ഞാനാണ്. അത് ഏതെങ്കിലും ഒരു വിവേചനത്തിന്റെ ഭാഗമാണോ? വിവേചനത്തിന്റെ ഭാഗമല്ല. എന്നാൽ 20 കോടിയിലധികം വരുന്ന നഗരസഭയുടെ വാർഷിക പദ്ധതികളിൽ വാർഡുകളിലേക്ക് കോൺക്രീറ്റ് റോഡുകൾ കുറഞ്ഞു എന്ന പരാതി മാത്രമാണ് പ്രതിപക്ഷത്തിനുള്ളതെന്നായിരുന്നു ചെയർമാന്റെ മറുപടി. പദ്ധതികളെപ്പറ്റി ആർക്കും ആക്ഷേപമില്ല. വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളിലും വികസന സെമിനാറിലും പങ്കെടുത്ത അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ പ്രതിപക്ഷത്തിന് അവസരമുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഒന്നും പറയാതിരുന്ന പ്രതിപക്ഷം കൗൺസിലിൽ വന്ന് കുറ്റവും കുറവും പറയുന്നത് രാഷ്ട്രീയ താൽപ്പര്യത്തോടെയാണെന്നും പരാതികളുണ്ടെങ്കിൽ പരിഹരിക്കാമെന്നുമായിരുന്നു ചെയർമാന്റെ മറുപടി.
ഷാജി പറഞ്ഞത് ഏത് മാത്രമാണ് 20 കോടി രൂപയിലധികം വരുന്ന വാർഷിക പദ്ധതിയിൽ പരാതിയുള്ളത് വാർഡിലേക്ക് ചില കോൺക്രീറ്റ് റോഡുകളുടെ എണ്ണം കുറഞ്ഞതിനപ്പുറം വേറെ ചില വാർഡുകളിൽ കൂടി എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ 33 വാർഡ് കൂട്ടിയാലും 1 കോടി കൂടെ വരും, 3 ലക്ഷം കൂട്ടിയാലും അല്ല. ബാക്കി എല്ലാ പദ്ധതികളും ഏറ്റവും നല്ല രീതിയിലാണ് എന്ന അംഗീകാരം തന്ന ഞങ്ങളുടെ കൗൺസിലിനെ വളരെ അഭിനന്ദിക്കുകയാണ്. വേറൊരു പദ്ധതിയിൽ ആർക്കും പറയും വ്യത്യാസം കണ്ടില്ല, എനിക്ക് സന്തോഷമാണ്. എന്ത് സാധാരണ പല നഗരസഭകളിലും ഇത്തരത്തിൽ പദ്ധതി തയ്യാറാക്കുമ്പോൾ ആ പദ്ധതിയിൽ വളരെ വലിയ ചർച്ച നടക്കും. ആ പദ്ധതിയുടെ ഓരോ ന്യൂനതകൾ വെച്ചിട്ട് ഇത് ആകെ എന്തെങ്കിലും ആകെ വിമർശനം. ഭൂരിപക്ഷം അംഗങ്ങളും ചർച്ച പങ്കെടുത്തു. ഇത് നിയമസഭയിലുള്ള ചർച്ച നടന്നു. MLA ഫണ്ട്, MP ഫണ്ട് മുതൽ വലിയ നിലവാര ചർച്ച നടന്നു. അതിലൊന്നും തന്നെ ചപ്പശ്ശേരി നഗരസഭയുടെ പദ്ധതിയെ 0.5% പോലും വിമർശിക്കാൻ പോയിന്റ് കിട്ടിയിട്ടോ. വിവേചനം കാണിച്ചുണ്ട്. തിരുത്തും അത് തിരുത്തും. കൗൺസിലർമാർക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് അത് ഒരാൾ ഭരണപക്ഷം പ്രതിപക്ഷത്തില്ല, അത് കൂടിയെടുത്ത കുറച്ചെടുത്ത് കൂട്ടും. കൂടിയെടുത്ത അത് ഞാൻ നിങ്ങളുടെ ചർച്ചയെ മുഴുവൻ കൗൺസിലർ നിങ്ങൾ പറയണ്ട, ഞാൻ പറഞ്ഞോട്ടെ, മുഴുവൻ കൗൺസിലർമാരുടെ ചർച്ചയും. എന്നാൽ ഇതിനിടെ തന്നെ ചെയർമാന്റെ മറുപടി തൃപ്തികരമല്ലെന്നാരോപിച്ച പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. BJP കൗൺസിലർ കെ സൗമ്യയും ഫണ്ട് വകയിരുത്തിയതിൽ വിവേചനം ആരോപിച്ച് വിയോജനം രേഖപ്പെടുത്തി നേരത്തെ ഇറങ്ങിപ്പോയിരുന്നു. വെൽഫെയർ പാർട്ടി കൗൺസിലർ പി അബ്ദുൽ ഗഫൂറും ഫണ്ട് വകയിരുത്തിയതിലെ പക്ഷാപാതിത്വം ചൂണ്ടിക്കാട്ടിയെങ്കിലും യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയില്ല. തീർത്തും അവഗണനയും അവഹേളനവുമാണ് പ്രതിപക്ഷത്തെ 12 വാർഡുകളോടും ഭരണസമിതി കാണിച്ചതെന്നും മാന്യമായ ഒരു ഉപാധി കാണുമെന്നാണ് ചെയർമാന്റെ മറുപടിയിൽ പ്രതീക്ഷിച്ചതെന്നും ഇതിനെതിരെയുള്ള പ്രതിഷേധം കൗൺസിലിൽ മാത്രം ഒതുങ്ങില്ലെന്നും പ്രതിപക്ഷ നേതാവ് KM ഇസാക്ക് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങളിത് പരിശോധിച്ചപ്പോൾ തീർത്തും ഞങ്ങളുടെ 12 വാർഡുകളിൽ അവഗണനയും അവഹേളനവുമാണ് ഈ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ 3 വർഷക്കാലത്തിന് ശേഷം ഉണ്ടായിട്ടുള്ളത് എങ്കിൽ ഇത് ഇനി ഈ രീതിയിൽ വിട്ടാൽ പോരാ. ഇത് കൗൺസിലിലെ പ്രതിഷേധം കൊണ്ട് മാത്രം ഒതുക്കാവുന്നതല്ല. ഇത് ചെർപ്പളശ്ശേരിയിലെ ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ആളുകളെയും ഇക്കാര്യം അറിയിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. 3 വർഷം കഴിഞ്ഞപ്പോഴേക്ക് അതിരൂക്ഷമായ ഏകാധിപത്യ പ്രവണതയും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ഈ ഭരണസമിതി വശംവദരാകുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. അതിൽ ഞങ്ങളൊക്കെ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു. മറ്റ് കൗൺസിലർമാർ, ഭരണപക്ഷ കൗൺസിലർമാർ അവരുടെ അഭിപ്രായങ്ങളും പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ സശ്രദ്ധം കേട്ടിരുന്നു. ഞങ്ങൾ കാത്തിരുന്നത് ബഹുമാനപ്പെട്ട ചെയർമാൻ്റെ മറുപടിക്കാണ്. ഇങ്ങനെയൊക്കെയുള്ള ഈ വികാരങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മാന്യമായ ഒരു ഉപാധി വെച്ച് ഞങ്ങളുടെ പ്രതിഷേധം പരിഹരിക്കാൻ അദ്ദേഹം തയ്യാറാവുമെന്ന് ഞങ്ങൾ കരുതിയത്. അദ്ദേഹം സ്ഥിരമായി പറയുന്ന വാചകത്തിൽ അതൊക്കെ പരിഗണിക്കാം, പരിശോധിക്കാം എന്ന് പറഞ്ഞു. 3 കൊല്ലമായി അദ്ദേഹത്തിൻ്റെ പരിശോധനയും പരിഗണനയൊക്കെ ഞങ്ങൾ പഠിച്ചിട്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വാക്കിൽ വിശ്വാസം. പല നിലയ്ക്കായി എല്ലാ വാർഡുകളിലും ഫണ്ട് നൽകിയിട്ടുണ്ടെന്നും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാമെന്ന് അറിയിച്ചിട്ടും പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയായിരുന്നെന്നും ചെയർമാൻ പി രാമചന്ദ്രനും പറഞ്ഞു. അവർക്ക് ആക്ഷേപം ഈ ചെറുകിട റോഡുകൾ 1,50,000 ചെയ്യുന്ന പ്രവൃത്തികളിൽ അവർക്ക് കുറവ് വന്നു എന്നുള്ളതാണ്. അതല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ പരിശോധിക്കാമെന്നല്ലേ ഞാൻ പറഞ്ഞേ. പരിഹരിക്കുമെന്നല്ലേ കൗൺസിൽ ഞാൻ പറഞ്ഞത്. പരിഹരിക്കില്ലല്ലോ. ആക്ഷേപങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ പരിഹരിക്കാം എന്ന് പറഞ്ഞാൽ അത് പരിഹരിക്കാനിരിക്കേണ്ടത്. അപ്പോൾ ആക്ഷേപം ഉന്നയിക്കാനേ ഉദ്ദേശമുള്ളൂ, അത് പരിഹരിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. ഞാൻ കൗൺസിലിൽ പോകുമ്പോൾ പറഞ്ഞു ആക്ഷേപങ്ങളുണ്ടെങ്കിൽ ഇരിക്കും, നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യത്തെ വാചകം തന്നെ ആക്ഷേപങ്ങൾ പരിഹരിക്കുന്നതല്ലേ. അത് കേൾക്കാതെ പോകുന്നത് ഒരു ജനങ്ങളുള്ള വെല്ലുവിളിയാണ്. വീട്ടുമുറ്റത്തേക്ക് പോകാൻ നമുക്ക് പോവാം,
ഞങ്ങൾ ഭരണസമിതി നടത്തിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ളത് കൃത്യമായി ജനങ്ങളോട് സംവദിക്കണം. അവർ വിമർശിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് സംവദിക്കാൻ കഴിയും, അറിയാലോ, സംവദിക്കാമല്ലോ. പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇനിയൊരു അത് ഇന്നത്തെ കൗൺസിലിൻ്റെ ചുമതലയാണല്ലോ. കൂടുതൽ വരുന്ന ഫണ്ടുകൾ കുറച്ച് കുറയ്ക്കാണ്ട്, പല ഫണ്ടും ടാലിയാക്കുമ്പോൾ കുറേ ഫണ്ട് കുറയ്ക്കേണ്ടി വരും. അല്ലാതെ 15 ലക്ഷത്തിൻ്റെ നിർദ്ദേശം വെച്ചാൽ 15 ലക്ഷത്തിന് നടപ്പാക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചില്ല. അതൊക്കെ ഒരേ മാതിരിയാക്കിയിട്ട് തന്നെ ചെയ്യുക. പക്ഷെ അതെല്ലാം തുല്യമായിട്ട് എല്ലാ വാർഡിലേക്കും അങ്ങനെയൊന്നും ഉണ്ടാവില്ല.